നമസ്കാരം. നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് വന്നേക്കാണ്. അപ്പം ദേശാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നത്. അതുകൊണ്ടോ നമ്മൾ ഇതൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി ഒരു സീബോസ് ഫിഷാണ്. ഈ ഫിഷിനെ നമ്മൾ ഫിഷ് ഫെറോൺ ഉണ്ടാക്കാനായിട്ട് പോവാ. അപ്പം നമ്മൾ ഹോട്ടലിൽ അവരുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കുക. ഒരു പരീക്ഷണമാണ്. അപ്പം അതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നല്ല കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഇവന്മാരെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ആദ്യം നമുക്ക് വെക്കാം. അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടണം. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്യണം. നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് നമ്മുടെ മസാലപ്പൊടി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു മസാലയാണ്. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒലിവ് ഓയിൽ കണ്ടോ, ഒലിവ് ഓയിൽ കുറച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മസാല നമ്മൾ ചെയ്യുമ്പം അതിനകത്തോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഉണ്ടോ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇവനെ നല്ല മിക്സ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇവനെ ഇങ്ങനെ മസാലയൊന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കും. അതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായി വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സെറ്റപ്പാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഈ മീനയിൽ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ഇങ്ങനെ ഗരം മസാലയും ഒക്കെ ആയിട്ടുള്ള കൂട്ടങ്ങനെ റെഡി. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുണ്ട്. ക്യാപ്സിക്കം, നമുക്ക് കളറുകൾ ഏതെങ്കിലുമൊക്കെ കളറുകൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു. കുറച്ച് സവോള വേണം, പച്ചമുളക് വേണം, അല്പം മല്ലിച്ചപ്പ്, പിന്നെ ടൊമാറ്റോ. ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. പിന്നെ നമ്മുടെ നല്ല അടിപൊളി ഒരു മീൻ, അതിങ്ങനെ ഈ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്തായിട്ട് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല നമ്മൾ ഈ സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തേക്കണം. ഓക്കെ, എടുത്താ ആദ്യം തന്നെ ഇവൻ്റെ ഇപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞത് കണ്ടോ, നല്ല വരഞ്ഞ് ഇട്ടേക്കുന്ന ഇത് അതിനകത്തോട്ടൊക്കെ ഇങ്ങോട്ട് മസാല ഇങ്ങനെ അങ്ങോട്ട് നമ്മളങ്ങ് കുത്തി കയറ്റി ഇവനെ ആദ്യം ഈ സൈഡൊന്ന് ഒന്ന് കുറച്ച് മസാലയൊന്ന് തേച്ച് ഒന്ന് സെറ്റപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓവനകത്ത് വെക്കാനായിട്ട് ആ ട്രേക്കകത്ത് ഒരു അലുമിനിയം പേപ്പർ വെച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം അതിനകത്താണ് നമ്മൾ ഈ മീനിനെ അങ്ങനെ കിടത്തി അങ്ങനെ നരകത്തിലോട്ട് കയറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഈ മസാല എടുത്തിട്ട് നല്ലവണ്ണം നമ്മുടെ മീനയിൽ അങ്ങോട്ട് പിടിപ്പിക്കുക, തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പം ഒത്തിരി എരിവ് ഉള്ള മുളക് ആകരുത്, കാരണം ഇതൊരു അറബിക് ഡിഷാണ്, അല്ലാതെ നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലല്ല. ഇന്ത്യൻ സ്റ്റൈൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് മുളകൊക്കെ ചേർത്തത്. ഇപ്പൊ അറബിക് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേന് ഇത്രയും മുളക് ഇടത്തില്ല, കുറച്ച് മുളക് മാത്രമേ അവർ ചേർക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റൈലൊക്കെ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ മുളകൊക്കെ ഒരല്പം കൂടുതൽ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. നല്ല എരിവ് ഇല്ലാത്ത മുളകാണ്, നമ്മുടെ കാശ്മീരി മുളകാണ് ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള മസാല ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സവോള അത് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞാലും മതി. അത് നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ അരിഞ്ഞിട്ട് ഇവനെ അങ്ങ് നിരത്തുകയാണ്. ഉണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞാലും നോ പ്രോബ്ലം, അത് ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ അങ്ങ് ഓവനകത്തോട്ട് വെച്ചിട്ട് ഇവനെ അങ്ങ് തകർക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. അത് കഴിഞ്ഞതാ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം അങ്ങനെ എടുത്തിട്ട് അങ്ങ് നിരത്തുക. കണ്ടോ, അതിനുശേഷം നമുക്കിനി ഇതിനകത്ത് ടൊമാറ്റോ ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്. ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈല്, നമ്മുടെ കേരള സ്റ്റൈലിൽ നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ. അതിന് കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഉണ്ടോ, കുറച്ച് മതി, കുറച്ച് പച്ചമുളക് വെച്ച് വീണ്ടും നമ്മുടെ മസാലയും ഒക്കെ ചേച്ച് അതിന് ശേഷം നമ്മളിതാ കുറച്ച് നമ്മുടെ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടുന്നുണ്ട്.
ഓക്കെ, അപ്പം നമുക്ക് അതുപോലെ തന്നെ ടൊമാറ്റോ. അതിനുശേഷം നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള കട്ട് ചെയ്തേക്കുന്ന ടൊമാറ്റോയും ഒക്കെ അങ്ങ് നിറയ്ക്കുകയാണ് ഇതിനകത്ത്. അപ്പം ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു അടിപൊളി ഒരു ടേസ്റ്റാണ് നമുക്ക് ഈ ഫിഷ് ഫെറോണിന് ലഭിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. അറബി സ്റ്റൈൽ എന്നൊന്നും വെക്കണ്ട, നല്ല തകർപ്പനൊരു സാധനം. അപ്പം നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കാണാം ഇത് എന്താണെന്നുള്ളത്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടു. എന്നിട്ട് നമ്മളൊരു അല്പം ഒലിവ് ഓയിലും കൂടെ ഇവൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കും. കാരണം ഈ എണ്ണയ്ക്കകത്താണ് ഇവൻ അങ്ങോട്ട് വേകുന്നത്. അതൊക്കെ നമുക്ക് ലാസ്റ്റിൽ കാണാം. കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം ഇവനെ നമ്മൾ ചൂടായ ഓവനിലോട്ട് കയറ്റി വെച്ചിട്ട് ഇവൻ എന്താകുമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നാരങ്ങയുടെ കാര്യം മറക്കരുത്. നാരങ്ങ ഒരു കുറച്ചൊന്ന് പിഴിഞ്ഞ് നമ്മൾ ഈ മീനിൻ്റെ അകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് നാരങ്ങ ഇത് കണ്ടോ ചെറിയ പീസാക്കിയിട്ട് അതേപോലെ നമ്മൾ നാരങ്ങ ഇതിനകത്ത് അങ്ങ് ഇടുകയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഡിഷാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല ഇവൻ്റെ കാര്യങ്ങൾ. കണ്ടോ, നാരങ്ങയൊക്കെ അങ്ങനെ അതിനകത്ത് കിടന്നോട്ടെ. അപ്പം മുളകൊക്കെ കൂടുതൽ എരിവൊക്കെ വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് മുളകൊക്കെ നമുക്ക് സൈഡിലൊക്കെ തിരികെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോയിൽ പേപ്പർ കണ്ടോ ഇങ്ങനെ വെക്കണം. കാരണം ഇതിനകത്ത് നല്ല ജ്യൂസി ആകും ഈ മീനിൻ്റെ. അപ്പോൾ അത് വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഇങ്ങനെ ഈ മീനയിലോട്ട് ഇങ്ങനെ വെക്കും. കാരണം ഇത് ജ്യൂസി ആകുമ്പോൾ ആ ജ്യൂസാണ് നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ്ട് നമ്മുടെ ചെറിയ ഓവനകത്താണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ മടക്കി ആ ജ്യൂസ് വെളിയിൽ പോകരുത്. നമ്മുടെ ഇതിനകത്ത് തന്നെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവനെ നേരെ നമ്മളിതാ ചൂടായി നിൽക്കുന്ന നമ്മുടെ ഓവനിലോട്ട് നമ്മൾ കയറ്റുകയാണ്. ഇതാ അപ്പം അവനങ്ങനെ അവിടെ ഇരുന്ന് വെന്ത് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, നമ്മുടെ മീൻ അങ്ങനെ സെറ്റപ്പ് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയേക്കാം ഇവൻ എന്താ വായെന്ന്. ഇത് കണ്ടോ, വാ ഇങ്ങനെ ഇത് കണ്ടോ ജ്യൂസൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നത് കണ്ടോ. ഫിഷ് അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. അതായത് ഇങ്ങനെ ഇതങ്ങ് ജ്യൂസി ആവും. ഇത് കണ്ടോ ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തിളക്കുകയാണ്. ഇത് കണ്ടോ നല്ല ഈ മീനും ഈ വെജിറ്റബിളും എല്ലാം കൂടെ അങ്ങോട്ട് ജ്യൂസി ആയിട്ട് മീൻ അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ അടിപൊളിയാണ്. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ബാക്കി ഇവനങ്ങോട്ട് ഫുള്ള് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-25 മിനിറ്റായി നമ്മുടെ മീനകത്ത് കയറ്റിയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കാം ഇതിനെന്താ ഇത് കണ്ടോ. വാ നല്ല നമ്മുടെ ഫിഷൊക്കെ ഇത് നല്ല ജ്യൂസി പരുവായി. ഇതാണ് ഇത് ഈ ഫെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകണ്ടോ. അന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരല്പം കൂടെ ആകാനുണ്ട്. എന്ന് വെച്ചാൽ വെളുത്ത വെജിറ്റബിളൊക്കെ ഒന്നും ചെറിയൊരു കരിവൊക്കെ ഒന്ന് പിടിച്ചാൽ ഇച്ചിരി ടേസ്റ്റാണ്. സൂപ്പർ സാധനമാണ്. അപ്പം ബാക്കി നമുക്കിനി വെളിയിൽ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊന്ന് കാണാം. സൂപ്പർ ഫെറോൺ, ഫിഷ് ഫെറോൺ ആണ് നമ്മൾ ഈ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫിഷ് ഫെറോൺ ഇത് കണ്ടോ നല്ല ജ്യൂസി ആയേക്കുന്നുണ്ട് ഈ മീൻ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ആ ജ്യൂസ് ഉൾപ്പെടെ ആ ഫിഷ് വെന്ത് നല്ല അടിപൊളിയായേക്ക്. ഇത് കണ്ടോ, കണ്ടോ ഫിഷ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഫിഷ് ഫെറോൺ എന്ന് പറയുന്ന അറബിക് ഡിഷാണ്. കണ്ടോ നല്ല നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് കണ്ടോ മീനൊക്കെ വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഇതെല്ലാം വെന്തിട്ട് ഇത് കണ്ടോ അങ്ങനെ ഇത് ഉൾപ്പെടെ നമ്മളങ്ങോട്ട് കഴിക്കുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അടുത്ത നല്ല സൗദി അറേബ്യൻ കാഴ്ചകളോ അല്ലെ ഇതുപോലുള്ള പാചക കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.